ബാംഗ്ലൂരുവിലെ KR നഗറിലാണ് ടിപ്പു സുൽത്താൻ്റെ ഈ ഒരു സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് വളരെ കുറച്ച് ഏകദേശം 3 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഇങ്ങോട്ടുള്ളത്. KR മാർക്കറ്റ് മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലോട്ട് കയറാനുള്ള ആളുകളുടെ തിരക്കാണ്. ബാംഗ്ലൂരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു മുഖ്യ ആകർഷണം കൂടിയാണ് ഈ ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് നമ്മൾ സ്വയം QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുകയാണ് വേണ്ടത്. അതായത് പൂർണ്ണമായും ടിക്കറ്റിംഗ് ആണ്. 20 രൂപ ആണ് ഇന്ത്യൻ സിറ്റിസൺസിന് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയാൽ വലിയൊരു ഗാർഡൻ നമുക്ക് കാണാം. വിശാലമായൊരു ഗാർഡന് തൊട്ടുപിറകിലായാണ് സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗാർഡൻ വളരെ വൃത്തിയായും നീറ്റായും നിലനിർത്തുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാം. തൊട്ടടുത്ത് തന്നെയായിട്ട് വിഷ്ണുവിന് സമർപ്പിച്ച ഒരു ക്ഷേത്രവും നമുക്ക് കാണാം. ഒരുപാട് കൊത്തുപണികളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. ടിപ്പു സുൽത്താൻ സമ്മർ പാലസിൻ്റെ ഡീറ്റെയിൽസ്, വിവരങ്ങൾ, 200ഓളം വർഷം പഴക്കമുള്ള ഈ ഒരു പാലസിൻ്റെ ചരിത്രം ഹിന്ദിയിലും ഇംഗ്ലീഷിലും കന്നഡ ഭാഷയിലും ഒപ്പം തന്നെ ബ്രെയിൽ, അതായത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് മനസ്സിലാക്കാത്ത രീതിയിലും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലസിലേക്ക് കയറി വരുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു പാലസിൻ്റെ ചരിത്രം അറിയാനായിട്ട് സാധിക്കും. ഒറ്റക്കാഴ്ചയിൽ ഒരു നില മാത്രമേ ഉള്ളൂ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആയിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അടുത്ത് ചെന്ന് കണ്ടാൽ 2 നിലകളുള്ള ഒരു കെട്ടിടമാണിത്. ഒരു കാലത്ത് ഈ അമ്പലവും ഈ ഒരു കോട്ടയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ട ശ്രീ വെങ്കടരാമന എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ആ കോട്ട എന്നുള്ള പേര് ഇത് ഈ കോട്ടയിൽ നിന്ന് ലഭിച്ചതാണ്. നിറയെ തൂണുകളുള്ള ബ്രിട്ടീഷ് ഇസ്ലാമിക് മുഗൾ ഒരു ആർക്കിടെക്ചറിൻ്റെ എല്ലാ രീതിയും നമുക്കിത് കാണാനായിട്ട് പറ്റും. ആ ഒരു വാസ്തുവിദ്യയുടെ അല്ലെങ്കിൽ ഇന്തോ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഒരു കരവിരുത് നമുക്ക് കാണാനായിട്ട് പറ്റും. മുഴുവനായും തടിയിൽ നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഇതിനെ വുഡൻ പാലസ് എന്നും പറയാറുണ്ട്. മുഴുവനായി തേക്കിൻ്റെ തടികൾ കൊണ്ടാണ്. തേക്കിൻ്റെ തടികൾ കാവേരി നദിയിൽ 1 വർഷത്തോളം മുക്കിയിട്ട് അതിനുശേഷമാണ് എടുത്ത് ഈ ഒരു കൊട്ടാരത്തിൻ്റെ രൂപഘടന ഉണ്ടാക്കാനായി ഉപയോഗിച്ചതെന്നും പറയുന്നു. എന്നിരുന്നാലും 200ഓളം വർഷങ്ങൾ പഴക്കമായിട്ടും ഈ കൊട്ടാരത്തിൻ്റെ സ്ട്രക്ചർ അതേപോലെ തന്നെ നിലനിൽക്കുന്നു. അതിന് ഈ തടികൾ വഹിക്കുന്ന പങ്ക് വലുത് തന്നെയാണ്. ഈ കൊട്ടാരത്തിൻ്റെ ആദ്യ നിലയിൽ 2 മുറികളാണുള്ളത്. ഈ തൂണുകൾക്ക് പിറകിലായുള്ള 2 മുറികൾ. ഒരു കൂട്ടം ആളുകൾ ഈ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവരുടെ ഗൈഡ് ഈ കൊട്ടാരത്തെ പറ്റിയിട്ട്, ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിനെ പറ്റിയിട്ടുള്ള വിവരണം അവർക്ക് നൽകുകയാണ്. അദ്ദേഹം പറയുന്നത് ടിപ്പുവിൻ്റെ പിതാവായിരുന്ന ഹൈദർ അലിയാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നിരുന്നാലും ഈ ഒരു നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച 1 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരണമടഞ്ഞു. പിന്നീട് ടിപ്പുവാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ പണികൾ ഏറ്റെടുക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും കാരണം ഏകദേശം 10 വർഷങ്ങളോളം എടുത്താണ് ഈ ഒരു കൊട്ടാരം പണി തീർക്കാനായത്. ഈ താഴെ കാണുന്ന നിലയിലെ മുറികളിൽ ടിപ്പുവിൻ്റെ ഉപയോഗിച്ച സാധനങ്ങളും മറ്റും സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ക്യാമറ അലൗഡല്ല. മുകളിലെ വശങ്ങളിലുള്ള 2 മുറികളിലും ചിത്രപ്പണികളും മറ്റും ചെയ്തിരിക്കുന്നു. 200 വർഷം പഴക്കമുള്ള പെയിൻറ്റിംഗ് ആണിത്. പണ്ട് ഈ കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള ഭാഗങ്ങളെല്ലാം സ്വർണ്ണ തകിടുകൾ വെച്ച് അലങ്കരിച്ചിരുന്നു. ആ സ്വർണവും ഈ കൊട്ടാരത്തിനകത്തുള്ള വിലപിടിച്ചതെല്ലാം ബ്രിട്ടീഷുകാർ കയ്യിലടക്കുകയും അവർ അത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 10 വർഷത്തോളം എടുത്ത് പണിത ഈ ഒരു സമ്മർ പാലസിന് ടിപ്പുവിന് ഏകദേശം 8 വർഷക്കാലം മാത്രമാണ് ഇത് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞത്.
അതിനുശേഷം ബ്രിട്ടീഷുകാർ ഈ ഒരു പാലസ് യുദ്ധത്തിൽ ടിപ്പുവിനെ തോൽപ്പിക്കുകയും ടിപ്പുവിൻ്റെ മരണശേഷം ഈ ഒരു പാലസ് അവർ കൈകടത്തുകയും ചെയ്തു. ഈ കാണുന്നത് വിളക്ക് വയ്ക്കുന്ന ഒരു സ്പേസാണ്. അതിൻ്റെ മുകളിലെ ചതുരത്തിൽ ആ ഒരു സ്ക്വയറിനകത്ത് വിളക്കിലൊഴിക്കുന്ന എണ്ണയും സൂക്ഷിച്ചിരുന്നു. മുൻവശത്തും പിൻവശത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ് പാലസിൻ്റെ ഘടന. ഇതിൻ്റെ മുൻവശത്ത് ടിപ്പു തൻ്റെ ദർബാർ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. പിന്നിൽ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ടിപ്പുവിൻ്റെ അമ്മ സ്ത്രീകളെ അഭിസംബോധന ചെയ്തിരുന്നത് ഈ ഒരു ഗാലറിയിൽ ഇരുന്നാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നാണെന്ന് പറയപ്പെടുന്നു. മുമ്പിലും പിമ്പിലുമായി 4 ഗോവണികളാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പുകളാണ് 2 വശത്തു കൂടി ഈ ഒരു പാലസിൻ്റെ മുകൾ നിലയിലോട്ട് ഉള്ളത്. ടിപ്പുവിൻ്റെ മരണശേഷം ഈ ഒരു പാലസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഭരണസിരാ കേന്ദ്രമായി പ്രവർത്തിക്കാൻ ഉപയോഗിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ വസ്തുക്കളും, ടിപ്പുവിൻ്റെ ഒരു സിംഹാസനമുണ്ടായിരുന്നു, ചെയർ. ആ ഒരു സിംഹാസനം ഒറ്റയടിക്ക് വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട്, അതിനത്രത്തോളം മൂല്യം വരുന്നതുകൊണ്ട് അത് പൊളിച്ച് ചെറിയ പീസുകളാക്കിയാണ് ഇവരത് വിൽപ്പന നടത്തിയത്. അങ്ങനെയുള്ള മുഴുവൻ സാധന സാമഗ്രികളും ഇവർ ഇവിടുന്ന് വിൽപ്പന നടത്തി. കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാലസിനെ മൊത്തമായി കൊള്ളയടിക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അവർ അതിനുശേഷം കുറേ അധികം വർഷം, ഇപ്പോഴത്തെ നമ്മുടെ കർണാടക ഹൈക്കോടതി നിർമ്മിക്കുന്നത് വരെ, ഇന്ന് കർണാടക ഹൈക്കോടതിയായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സ്ഥാപനം നിർമ്മിക്കുന്നത് വരെ അവർ ഈ ഒരു പാലസിനെ അവരുടെ ഭരണസിരാ കേന്ദ്രമായി പ്രവർത്തിക്കുകയുണ്ടായി. ഫ്രഞ്ചുകാരാണ് ഈ ഒരു പാലസിൻ്റെ ആർക്കിടെക്ടർമാർ. ഫ്രഞ്ചുകാരെന്ന് പറയുമ്പോൾ അന്ന് പോണ്ടിച്ചേരി ഫ്രഞ്ച് അധീനതയിലുള്ള പ്രദേശമായിരുന്നു. ടിപ്പുവിൻ്റെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളോടും ഫ്രഞ്ചുകാർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്തോ ഇസ്ലാമിക വാസ്തുവിദ്യയാണ് ഇവിടെ കാണാനായിട്ട് വരിക. ഈ തേക്ക് തടികൾ എല്ലാം ഒരു ഇന്ത്യൻ രീതിയാണെങ്കിലും അതിൻ്റെ മുകളിലേക്കുള്ള ആ കമാനങ്ങൾ താജ്മഹലിനും മിനാരങ്ങൾക്കും സമാനമായ ആ ഒരു ഷേപ്പ് നമ്മൾക്ക് കാണുമ്പോൾ അറിയാം, അതൊരു ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഒരു പ്രതിച്ഛായ തന്നെയാണ് നൽകുന്നത്. അങ്ങനെ ഇൻഡോ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഇന്നും നിലനിൽക്കുന്ന വലിയ ഒരു ഉദാഹരണമാണ് ബാംഗ്ലൂരിലെ സമ്മർ പാലസ്. ബാംഗ്ലൂരിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒന്ന് കണ്ട് ഇരിക്കാവുന്ന, അല്ലെങ്കിൽ ഇത്രയധികം ചരിത്രം വിളിച്ചോതുന്ന ഈ ഒരു സ്മാരകവും ഇതിൻ്റെ ചരിത്രവും അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ പാലസിന് ചുറ്റുമായി വിശാലമായ ഗാർഡനാണുള്ളത്. ഗാർഡനിലെ മരങ്ങളെല്ലാം മുറിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ഒരു പാലസും ഇതിന് തൊട്ട് അടുത്തായിട്ട് 2 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു പാലസും കൈകാര്യം ചെയ്യുന്നത്. അവരിത് വളരെ വൃത്തിയായി തന്നെ നിലനിർത്തുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഒരു അവസ്ഥ ഇതായിരുന്നില്ല. ഈ ഒരു പാലസ് നശിച്ച് ഇങ്ങനെയുള്ള ഒരു ചരിത്രം പോലും ഉണ്ട് എന്ന് പോലും പറയത്തക്ക രീതി ഇല്ലായിരുന്നു. എന്നിരുന്നാലും ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഒരു പാലസിനെ വളരെ ഭംഗിയായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള പാലസുകൾ, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രങ്ങൾ വിളിച്ചോടുന്ന സ്ഥാപനങ്ങൾ ഇന്നും അതിൻ്റെ അതേ പ്രൗഢിയോടുകൂടി നിലനിർത്താൻ കഴിയുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ടിപ്പുവിൻ്റെ ഉദ്യാനവും ഒപ്പം ഇന്തോ ഇസ്ലാമിക വാസ്തുവിദ്യയിൽ പിറന്ന ഇത്രയും വലിയ ഒരു കൊട്ടാരവും സമ്മർ പാലസും കണ്ട് ഇന്നത്തെ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാംഗ്ലൂർ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പാലസും ഇതിൻ്റെ കാഴ്ചകളും ചരിത്രങ്ങളും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാം.